ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനീത് വീട് അന്വേഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. വിനീതാണെന്നുണ്ടെങ്കിൽ പുഷ്പവാടിയിൽ വീടിൻ്റെ പോലെ സാമ്യമുള്ള വീടുകൾ വേണമെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് വാങ്ങിക്കാനാണോ വാടകയ്ക്കാണോ എന്നാണ് ചോദിക്കുന്ന സമയത്ത് ഏതാണ് നല്ലതെന്ന് വിനീത് ചോദിക്കുമ്പോൾ സ്വന്തമായിട്ട് വാങ്ങിക്കണം തന്നെയാണ് നല്ലത് എന്ന് പറയാം കേട്ടോ. കുറേ നാൾ കഴിയുമ്പോൾ വേണമെങ്കിൽ മറിച്ച് വിൽക്കുകയും ചെയ്യാമല്ലോ. ആഹാ, അത് നന്നായി, സ്വന്തമായിട്ട് വീട് താമസിക്കാൻ വീട് വാങ്ങിച്ചിട്ട് മറിച്ച് വിൽക്കുകയും എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട് സാർ, അതല്ലേ ഇപ്പോഴത്തെ ഓരോരോ കാര്യങ്ങളെന്ന് പറയുകയാണേ. ആ സമയത്ത് സാറിൻ്റെ മനസ്സിലുള്ള വീട് എന്തോരം ഏത് രീതിയിലുള്ള വേണം, എത്ര ബഡ്ജറ്റ് ഉണ്ടെന്ന് ചോദിക്കും കേട്ടോ. ബഡ്ജറ്റ് 50 ലക്ഷം കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടോ. ആണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നോക്കിയാൽ പോരോ. അപ്പോൾ വേണ്ട, സ്വന്തമായിട്ട് വേണ്ട, വാടകയ്ക്ക് മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള വീട് വേണമെന്ന് ചോദിക്കുമ്പോൾ വിനീത് പറയാണ് മരം വേണം, വെള്ളം വേണം, കാറ്റ് വേണം, കിളികൾ വേണം, 1/2 ഏക്കർ സ്ഥലം വേണം, അങ്ങനെയൊക്കെ ഓരോന്ന് പറയാൻ ഇട്ടത് കേട്ടിട്ട് അയാൾ ചിരി വന്നിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. ലാസ്റ്റ് പറയുന്നത് സാറ് വരുന്ന പോലുള്ള വീടൊന്നും ഈ സിറ്റിയിൽ കിട്ടൂല എന്ന് പറയുന്നത്. അതെന്താ, അതൊന്നും ഇവിടെ ശരിയാവില്ല. ഇവിടെ കയറി വന്ന 5 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും, അതും അത്രയധികം ആൾക്കാർക്ക് താമസിക്കാനുള്ളതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഏകദേശം ഒരു 50,000 രൂപ റെൻറ്റ് ആവുമെന്ന് പറയും കേട്ടോ. ആണോ, എന്തായാലും ഞങ്ങൾ 1.5 മാസം കഴിഞ്ഞ് പുഷ്പാടി വിട്ട് പോകുമല്ലോ എന്നൊക്കെ അറിയട്ടോ. എന്തായാലും ഞാൻ വന്നാലേ സാറിൻ്റെ അടുത്ത് സാറിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ വിനീതിനെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ജയബാലയാണ് കേട്ടോ. ജയബാലൻ ശിവരാമൻ്റെ ഭാര്യ ഭാരതിനെ വിളിച്ച് ഭീഷണിപ്പെടുത്താണ്. നീ എത്ര നാൾ ശിവരാമനെ ഒളിപ്പിച്ചെടുത്തു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. നീ എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട, മാപ്പ് തരാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഇവിടെ മാത്രമല്ല, ജയബാലിന് പല സ്ഥലത്തും പിടിയുണ്ട്, വെട്ടി തുണ്ടാക്കും ഞാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിശാൽ അവിടേക്ക് ഓടിക്കറിച്ച് വരികയാണ് കേട്ടോ. അച്ഛാ എന്ന് പറഞ്ഞിട്ട്. എന്താന്ന് ചോദിക്കാൻ കേട്ടോ. ചേച്ചി വാതിൽ മുട്ടിയിട്ട് വിളിച്ചിട്ടും തുറക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ ഓടി വന്ന് നോക്കുമ്പോൾ രാഗിണി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് കേട്ടോ. മുകളിൽ സാരിയൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് പിടിച്ച് കളിച്ച് താഴേക്ക് ഇറക്കും. എന്താ മോളെ ചെയ്യുന്നത്, എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ വിശാൽ ഓടി പോയിട്ടൊരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് അതൊക്കെ കൊടുക്കുകയാണ്. അവസാനം ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ജയബാല ചങ്ക് പൊട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് കാണേണ്ടി വന്നല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് വാതിൽമ പോയിട്ട് തലങ്ങിനിട്ട് അടിക്കാൻ കേട്ടോ. ഒരുപാട് അടിക്കാനാകുമ്പോഴേക്കും രാഗിണി ഓടി വന്നിട്ട് അച്ഛാ എന്തേ കാണിക്കുന്നതെന്ന് പറയണം. അങ്ങനെ പ്രവീണയും വിശാലും എല്ലാവരും കൂടെ പിടിച്ച് മാറ്റാണ് കേട്ടോ. അപ്പോഴേക്കും ജയബാലിൻ്റെ തല പൊട്ടി ചോര വരികയാണേ. അപ്പോൾ പെട്ടെന്ന് രാഗിണിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അച്ഛൻ എന്തേ കാണിക്കുന്നത്, ഞാൻ തോറ്റുപോയി മോളെ, എല്ലാവരുടെ മുന്നിലും ഞാൻ തോറ്റുപോയി എന്നുള്ളത് എനിക്ക് പ്രശ്നമില്ല. 50 ലക്ഷമോ 1 കോടിയോ ഈ ഉടുതുണി വരെ ഒഴിച്ച് ബാക്കിയുള്ളതോ എല്ലാതും ഞാൻ വിട്ട് കൊടുക്കാം. പക്ഷേ നീയാണ് എന്നെ തോൽപ്പിച്ചത്, നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു മോളെ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ കാവേരിയോ നിവിനോ ഒന്നും അല്ല എന്നെ തോൽപ്പിച്ചത്, നീയാണ് എന്നെ തോൽപ്പിച്ചതെന്ന് പറയാൻ കേട്ടോ. നിനക്ക് അപ്പോൾ രാഗിണി പറയുന്നുണ്ട്, എനിക്ക് നിവിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛാ, പക്ഷേ ആ കാവേരിക്ക് നിവിനെ കിട്ടരുത്, ഒരു വാക്ക് മോള് പറഞ്ഞാൽ മതി, അവനെ കൊല്ലണമെങ്കിൽ ഞാൻ കൊല്ലാം, ഇപ്പം തന്നെ കൊല്ലാന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ രാഗിണി പറയാണ് വേണോ അച്ഛാ വേണം, പക്ഷേ ഇപ്പം വേണ്ട, ഞാൻ പറയുന്ന സമയത്ത് അച്ഛനത് എനിക്ക് ചെയ്തു തരാം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പ്രവീണ വന്നിട്ട് പറയും എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കും കേട്ടോ. നിവിനെ കൊല്ലാൻ പോകുന്ന ചോദിക്കുമ്പോൾ അവർക്ക് ഓടി വന്നിട്ട് അവർ ദേഷ്യപ്പെടാണ് കേട്ടോ. ആ സമയത്ത് വിശാൽ പറയാം അമ്മ ഒന്ന് മാറി എന്ന് പറഞ്ഞിട്ട് വിശാൽ ഇങ്ങനെ വന്നിട്ട് പറയാൻ കേട്ടോ. വേണം വെച്ചാൽ വെട്ടി കണ്ടം തുണ്ടാക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോളച്ഛനൊരു വാക്ക് തരണം, മോളിനി ഇതുപോലുള്ള അബദ്ധങ്ങൾ കാണിക്കില്ല എന്ന് പറയട്ടോ. അങ്ങനെ അപ്പോൾ രാഗിണി വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. കയ്യിലടിച്ച് സത്യം ചെയ്യാണ്, ഇനി ഞാൻ എന്തായാലും ഇങ്ങനെയൊന്നും ചിന്തിക്കൂല, പക്ഷേ അച്ഛനും എനിക്ക് വാക്ക് തരണം എന്ന് പറയണം. അച്ഛൻ മോൾക്ക് വാക്ക് തരുന്നു, കാവേരിക്ക് നിവിനെ കിട്ടൂല എന്നുള്ള ഉറപ്പ് അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതോട് കൂടിയിട്ട് പ്രവീണയ്ക്ക് ആകെ ടെൻഷനും ഇതൊക്കെ ആവും കേട്ടോ. അപ്പോൾ അച്ഛൻ നെറ്റിയിലെ ചോര തുടച്ച് കളയച്ചാന്ന് പറയുന്നുണ്ട് രാഗിണി. വേണ്ട, അതവിടെ കെടുക്കട്ടെ, എനിക്ക് കാണണം, ഇടയ്ക്കിടയ്ക്ക് അത് കാണണം, അത് കാണുമ്പോഴാണ് ഞാൻ തോറ്റ കാര്യം, എൻ്റെ തോൽവിയുടെ കാര്യം ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുള്ളൂ എന്നൊക്കെ രാഗിണിനോട് പറയാണ് കേട്ടോ. എന്നിട്ട് എങ്ങനെയെങ്കിലും കാവേരിനെ ഉപദ്രവിക്കണം, തിരുവനന്തപുരത്തേക്ക് ചെല്ലാനായിട്ടേ അവളെന്നെ ക്ഷണിച്ചിരിക്കുകയാണ്, പോകുന്നുണ്ട് ഞാൻ എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് ഗംഗയും യമുനയും അവരെല്ലാവരും കൂടി ഇരിക്കാൻ കേട്ടോ. അങ്ങനെ എല്ലായിടത്തേക്കും വിളിച്ച് ചോദിക്കാൻ കേട്ടോ ഓരോ വീഡിയോയിലേക്ക്. യമുനയല്ല ഗംഗ ഓരോ നമ്പറൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, കാവേരി അത് വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമേ വീട് കൊടുക്കുള്ളൂ എന്നാണ് അവർ പറയുന്നതെന്ന് പറയും കേട്ടോ. അന്നേരം ശാരദ പറഞ്ഞു ചിലവർ ഗവൺമെൻറ് ജോലിക്കാർക്ക് കൊടുക്കും, ചിലവർ അധികം ആൾക്കാർ താമസിക്കാൻ പാടില്ല എന്ന് പറയും.
ചില ആൾക്കാർ പറയും കുട്ടികൾ പാടില്ലാന്ന്. പിന്നെ എങ്ങനെയാണ് നമ്മളൊരു വീടെടുത്ത് താമസിക്കുക എന്ന് പറയും. അവരെ വീടല്ലേ അമ്മേ, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർക്കല്ലേ കൊടുക്കുള്ളൂ എന്ന് പറയും കേട്ടോ. അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട് ഇതൊന്നും എന്തോ ഒരു തടസ്സമുണ്ട് എന്ന് പറയും. ഇതൊക്കെ ദൈവാധീനം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ യമുന ചോദിക്കുന്നുണ്ട് അച്ഛമ്മ എന്തായി പറയുന്നതെന്ന് ചോദിക്കുകയാണേ. 5-6 പെണ്ണുങ്ങളുള്ള കുടുംബമല്ലേടി, ആരെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അന്നേരം യമുന പറയും ഓ അങ്ങനെ അല്ലേ. അപ്പോൾ ശാരദ പറയും അമ്മേ അമ്പലത്തിൽ പോകുന്നില്ല എന്നേ ഉള്ളൂ, കൈവിടരുത് ഈശ്വരാന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, നേരമില്ലാത്തത് കൊണ്ടല്ലേ, ഒരുപാട് വഴിപാടുകളും ബാക്കി കിടപ്പുണ്ട്, എന്താ നിനക്ക് നേരില്ലേക ഇവിടെ നിന്നൊന്ന് പോയാൽ. അപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയോ അമ്മേ അമ്പലം എവിടെയാണെന്ന്, ഇവിടെ നിന്ന് 5 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടെന്ന് പറയും കേട്ടോ. അതെങ്ങനെ അമ്മയ്ക്കറിയാം, അതൊക്കെ ഞാൻ വന്നപ്പോഴേ ഞാൻ കൊച്ചിനോട് ചോദിച്ചു മനസ്സിലാക്കിയെന്ന് പറയും. അപ്പോഴേക്കും താര വരികയാണ് കേട്ടോ. അപ്പോൾ താര വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരും കിടന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണെ. ഇല്ല കിടന്നിട്ടൊന്നുമില്ല, ഞങ്ങളിങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കും. യമുനയല്ല ഗംഗനെ വിളിക്കാൻ കേട്ടോ. ഗംഗ ഒന്ന് ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് മാറ്റി നിർത്താണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അതെ എനിക്കൊരു ബൊട്ടീക്കുള്ള കാര്യം നിനക്ക് അറിയാലോ, നിനക്ക് എൻ്റെ കൂടെ വന്നൂടെ. അയ്യോ ഞാനോ, അതെവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ എൻ്റെ കൂടെ വായോ. വിനീതേട്ടൻ തയ്യലൊക്കെ അറിയാലോ, നമുക്ക് ഒരുമിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളെൻ്റെ ജോലിക്കാരായിട്ടല്ല, ബിസിനസ്സിൻ്റെ ഒരു ഷെയർ തന്നെ നിങ്ങൾക്ക് ഞാൻ തരാം, നമുക്ക് ഒരുമിച്ച് ബിസിനസ് വളർത്തിയെടുക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ അല്ല ഞങ്ങളതിനൊക്കെ നിൻ്റെ സിനോ ചേട്ടൻ അതിനൊക്കെ സമ്മതിക്കുമോ? സിനോ ചേട്ടനാണ് എന്നോട് ഈ ഒരു ഐഡിയ പറഞ്ഞതെന്ന് പറയട്ടോ. ആണോ? അപ്പോൾ ഞാനിവിടെ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു വീട് കൊടുത്ത് തരാം, അപ്പോൾ പിന്നെ നമുക്ക് സുഖമായില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഗംഗയ്ക്ക് അതിൽ താല്പര്യമുണ്ട് കേട്ടോ. ഗംഗ അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ ശരി അങ്ങനെ നോക്കാമെന്ന് പറയട്ടോ. അപ്പോഴേക്കൊരു കോള് വരികയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നീ എന്തായാലും പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് താര ഫോണും കൊണ്ട് പുറത്തേക്ക് പോവുകയാണേ. അപ്പോൾ വിളിക്കുന്നത് ജയപാലനാണ് കേട്ടോ. ജയപാലൻ മോളെ അങ്കിളിന് ഓർമ്മയുണ്ടോ? അപ്പോൾ അങ്കിളെ എന്താ അങ്കിളെ കാര്യം ചോദിക്കാൻ കേട്ടോ. അല്ല മോളിപ്പോൾ തിരുവനന്തപുരത്ത് സെറ്റിലായി എന്നൊക്കെ എനിക്കറിയാം, പുഷ്പവാടിയിലേക്കൊന്നും വരാറില്ലല്ലേ? ഞാൻ ഇടയ്ക്കിട്ട് വരാറുണ്ട് അങ്കിളെ, എനിക്കിവിടെ ബിസിനസ്സൊക്കെ ആണെന്ന് എനിക്കറിയാം, എന്തായാലും കാര്യമില്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ വിളിച്ചാണ്. അന്ന് അങ്കിൾ വേഗം കാര്യം പറയും, എനിക്കിത് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടോ. അയ്യോ തിരക്കൊന്നിട്ടുണ്ടോ, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഞാനിവിടെ എൻ്റെ പെട്ടിയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തിരഞ്ഞപ്പോൾ ഒരാധാരം കിട്ടി, മോളുടെ വീടിൻ്റെ ഒരു ആധാരം. എൻ്റെ വീടിൻ്റെ അതെ, കരുണാകരൻ നായരുണ്ടല്ലോ, അങ്ങേരെ ഒരു 3-4 വർഷം മുമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടേ 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ദൂർത്തടിക്കാനൊന്നല്ല, മോളുടെ കല്യാണം നടത്താൻ വേണ്ടി തന്നെയാണ് എന്ന് പറയട്ടോ. അയ്യോ അങ്കിളെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരിക്കും, അതൊക്കെ പറയാൻ പറ്റുമോ? കരുണാകരൻ നായർ ഭയങ്കര പ്രമാണിയാണല്ലോ, അപ്പോൾ പിന്നെ ഒരാളുടെ മുന്നിൽ തലമുമ്പിടണമെന്നൊന്നും ആൾക്ക് ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ പറയട്ടോ. പക്ഷേ എല്ലാ മാസവും കറക്റ്റായിട്ട് പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ, പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയട്ടോ. അത് പിന്നെ അച്ഛൻ സ്ട്രോക്ക് വന്ന് കിടപ്പിലായി, എൻ്റെ കല്യാണം കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോഴത്തേനും. അതൊക്കെ എനിക്കറിയാം, സ്ട്രോക്ക് വന്ന് കിടപ്പിലായി എന്നും താഴെ 2 പെൺപിള്ളേരുണ്ടെന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നതേ എന്തായാലും ഇത്രയും വർഷമായില്ലേ, അവരെ കുടുംബത്തോടു കൂടി അങ്ങോട്ട് ഇറക്കി വിട്ടാലോ എന്നൊരു ആലോചന. മോള് വേണമെങ്കിൽ അവരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോക്കോ, മോളുടെ വീട്ടിൽ ഒരുപാട് സ്ഥലമില്ലേ എന്ന് ചോദിക്കട്ടോ. ഇപ്പം സ്ഥലം ഇല്ലല്ലോ, മോളത് അഭയാർത്ഥി കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണല്ലോ. കാര്യം എനിക്ക് മനസ്സിലായി ഞങ്ങളെ, ഞാൻ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പറയും എന്ന് താര പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാം കേട്ടോ. നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് കാവേരിയും ശാരദയും കൂടെ അമ്പലത്തിൽ പോകുമ്പോൾ നരേൻ്റെ അച്ഛമ്മനെ പരിചയപ്പെടുകയും അവർ അച്ഛമ്മയുടെ കൂടെ നരേൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാടക വീടിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നരേൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നരേൻ്റെ കാമുകി താമസിച്ചിരുന്ന ഒരു വീട് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് അവർ വരുന്നതും ശാരദയും അച്ഛമ്മയും കൂടിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലേക്ക് കാവേരി വരുന്നുണ്ട്. കാവേരി വന്ന് കാണിട്ട് ഇങ്ങനെ ആ വീടിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ആരോ വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നരേൻ്റെ വീടും നരേൻ്റെ ആയ ഒരു റൂമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.